1 മണിക്കൂർ കഴിഞ്ഞ് പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് അവരെത്തിയിട്ടുണ്ട്. ഞങ്ങളത് അമ്പലത്തേക്ക് ഇറങ്ങാൻ സമയം 5:20. നമ്മുടെ മധുര മീനാക്ഷി കോവില് ഞങ്ങളുടെ ചെയ്യുന്ന ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. കാലത്തായതുകൊണ്ടും ദൂരം കുറവായതുകൊണ്ടും ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുറച്ച് നടന്ന് ഞങ്ങൾ കോവിലിലെത്തി. നമ്മുടെ ഫോൺ, ക്യാമറ, ചെരുപ്പ് ഇതൊക്കെ അവിടെ സമർപ്പിച്ചാൽ മാത്രമേ കോവിലിനകത്തേക്ക് പ്രവേശനമുള്ളൂ. ഈ കോവിലിന് 5 ഗേറ്റ്സ് ആണുള്ളത്. നമുക്ക് കാശ് കൊടുത്തിട്ടും കയറാം, ഫ്രീ ആയിട്ടും കയറാം. കാശ് കൊടുത്ത് കയറുന്നവർക്ക് വരിയിലൊന്നും നിൽക്കാതെ പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങാം. അതേസമയം ഫ്രീ ആയിട്ട് കയറുന്നവര് വരിയിൽ നിന്ന് പതുക്കെ തൊഴുതിറങ്ങാം. മൊട്ട സജഷൻ നടന്നത് ഗോപു അയ്യങ്കാസ് ടിഫിൻ സെന്റർ. ഇവിടുത്തെ ഫുഡ് നല്ലതാണ്. തിരക്കുണ്ടല്ലോ. ഞാൻ ഓർഡർ ചെയ്തത് ഗീ റോസ്റ്റ് ആണ്. ആ പേരിനോട് നീതി പുലർത്തിക്കൊണ്ട് തന്നെ നെയ്യ് ഒരു പിഷ്കും കൂടാതെ ദോശയുടെ മേലെ ഒഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഫസ്റ്റ് ബൈറ്റിൽ നിന്ന് തന്നെ മനസ്സിലായി. നല്ല കിടിലൻ ഗീ റോസ്റ്റും അതിനൊപ്പം നല്ല കിടിലൻ കാപ്പിയും. അങ്ങനെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ തിരിച്ച് സ്റ്റേയിലേക്ക് എത്തി. അന്നത്തെ ഉറക്കം മടുക്കണ വരെ കിടന്നുറങ്ങി ഞങ്ങൾ ആ റൂം വെക്കേറ്റ് ചെയ്തിറങ്ങി. 10 നീ എന്റെ ഫ്രിഡ്ജിൽ വെക്കോ? നീ സ്റ്റോർ ഇവിടെ. ഓക്കെ. ഞാൻ 2 പൊറോട്ടയും മട്ടൻ കറിയും പിന്നെ അവര് പൊറോട്ടയും ചിക്കൻ ബിരിയാണിയും ഒക്കെ ആയിട്ട് ഓർഡർ ചെയ്തു. ബിരിയാണി ആവറേജ് ആയിരുന്നെങ്കിലും പൊറോട്ടയും മട്ടനും നന്നായിരുന്നു. പക്ഷെ പ്രൈസിനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡ് അടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ലോങ് ഡ്രൈവിലേക്ക്. അടുത്ത ഡെസ്റ്റിനേഷൻ തഞ്ചാവൂർ. അങ്ങനെ ഒരു 8-8:30 കൂടി ഞങ്ങൾ തഞ്ചാവൂർ എത്തി. അവിടുത്തെ നല്ല റെസ്റ്റോറന്റ് ഏതാന്ന് സെർച്ച് ചെയ്ത് ഞങ്ങൾ അവിടെ കയറി. ഈ ഡ്രൈവിന്റെ ഇടയിൽ തന്നെ ഞങ്ങൾ ഒരു സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടായി. അപ്പൊ ഫുഡ് അടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടേക്ക് വിട്ടു. മകന് മന് മസ്ത് മകന് ബസ് തേര നാമ സഹറായേ. മൊട്ട